ജി വി ഹരി, ഇവിടെ പ്രധാനപ്പെട്ട ഒരു പ്രശ്നം എന്താണ് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് ഇപ്പോൾ ബി ജെ പിയും സി പി എമ്മും നേരത്തെ ചോദിച്ചല്ലോ തമിഴ്നാട് എന്താ ബി ജെ പി ആണോ ഭരിക്കുന്നതെന്ന്. പക്ഷേ ഇവിടെ ഭരിക്കുന്നത് കമ്മ്യൂണിസ്റ്റ് സർക്കാരാണ്. കമ്മ്യൂണിസ്റ്റ് സർക്കാർ എന്ന് പറയുന്നത് ബി ജെ പിയുമായി നിരന്തരം ആശയ സംഘട്ടനം ഉണ്ടാക്കുന്ന രാഷ്ട്രീയ പ്രത്യയശാസ്ത്രമുള്ള ഒരു സർക്കാരാണ്. സ്വാഭാവികമായും ആർ എസ് എസും കമ്മ്യൂണിസ്റ്റ് പാർട്ടിയും തമ്മിൽ അങ്ങോട്ടും ഇങ്ങോട്ടും വലിയ തരത്തിലുള്ള രാഷ്ട്രീയ വൈരുദ്ധ്യവും പോരാട്ട സമാനമായ സാഹചര്യവും ഒക്കെയുണ്ട്. അതിനിടയിൽ കാര്യങ്ങൾ ഏകോപിപ്പിച്ചു പോകുക എന്ന് പറയുന്നത് ബുദ്ധിമുട്ടുള്ള കാര്യമാണ്. പക്ഷേ നമുക്കവിടെ മുൻപ് സമ്പത്ത്, ഇപ്പോൾ കെ വി തോമസ് അടക്കമുള്ള ആളുകളുണ്ട്. ഇത് ഏകോപിപ്പിച്ച് മുന്നോട്ട് പോകേണ്ടതിൻ്റെ ആവശ്യകതയുണ്ട്. അവിടെ പ്രതിപക്ഷ നേതാവ് പ്രിയങ്ക ഗാന്ധി അടക്കമുള്ള വലിയ നേതാക്കൾ അണിനിരന്ന് ഈ പ്രതിഷേധം മുന്നോട്ട് കൊണ്ടുപോകണം. പക്ഷേ അതിന് പരിഹാരമുണ്ടാകുന്നില്ല എന്നുള്ളതാണ് ഏറ്റവും വലിയ പ്രശ്നം. എന്ത് ചെയ്യാൻ കഴിയും? ഇത് ഉന്നയിക്കാൻ മാത്രമല്ലേ കഴിയുള്ളൂ, പിടിച്ചു വാങ്ങാൻ കഴിയില്ലല്ലോ. അല്ല, ഞങ്ങൾ ഇതിനകത്ത് മാധു എന്തൊക്കെ പറഞ്ഞാലും ടെക്നിക്കലായി അല്ലെങ്കിൽ ചില കാര്യങ്ങൾക്ക് ടെക്നിക്കൽ പ്ലസ് ലീഗലായിട്ടുള്ള ഫോർമാറ്റ്സുകളുണ്ട്. അതിനകത്ത് ഇതില്ല എന്ന് പറഞ്ഞിട്ടൊന്നും കാര്യമില്ല. വൈകാരികമായ ചില വിഷയങ്ങൾ നമുക്ക് അഡ്രസ്സ് ചെയ്യേണ്ടതുണ്ട്. തീർച്ചയായിട്ടും നമുക്ക് വയനാട്ടിലെ ജനങ്ങൾക്ക് സഹായം എത്തിക്കണം. അവിടെ നമുക്ക് റീഹാബിലിറ്റേഷൻ ഉണ്ടാവണം. അവിടുത്തെ ജനങ്ങൾക്ക് ആവശ്യമായിട്ടുള്ള സഹായങ്ങൾ, വീടുകൾ, ഇതെല്ലാം നമ്മൾ ചെയ്തു കൊടുക്കണം, സംശയമൊന്നുമില്ല. അതിനാവശ്യമായിട്ട് കോൺഗ്രസ് പാർട്ടിയെ സംബന്ധിച്ചിടത്തോളം ആണെങ്കിൽ പോലും ഞങ്ങൾ ഞങ്ങളുടേതായ ലെവലിൽ തന്നെ പല കാര്യങ്ങളും ഞങ്ങൾ ജനറേറ്റ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇന്ന് എന്തുകൊണ്ടാണ് ശ്രീ വി ഡി സതീശൻ പ്രതിപക്ഷ നേതാവ് ഒരു സ്പെഷ്യൽ ഫണ്ട് എന്ന് പറയുന്ന ഒരു ആശയം മുന്നോട്ട് വെച്ചെന്ന് വെച്ചാൽ, നമ്മളിതെല്ലാം പരിശോധിച്ചതിന് ശേഷം നമുക്ക് മനസ്സിലായിട്ട് ഒരു പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത്, നമുക്ക് എന്തെങ്കിലും സഹായം ലഭിക്കണമെങ്കിൽ നിലവിലുള്ള നിയമങ്ങൾ അടിസ്ഥാനപ്പെടുത്തി മാത്രമേ ചെയ്യാൻ സാധിക്കുകയുള്ളൂ. അതിനകത്ത് ഇപ്പോൾ രാഷ്ട്രീയപരമായി ഞാൻ ചില കാര്യങ്ങളൊക്കെ ഇവിടെ പറഞ്ഞിട്ടുണ്ട്. അത് പറഞ്ഞാൽ പോലും നമ്മൾ വളരെ ട്രാൻസ്പെറൻ്റ് ആയിട്ടുള്ളൊരു ലോകത്താണ് ജീവിക്കുന്നത്. എല്ലാവർക്കും ഡേറ്റാസ് അവൈലബിൾ ആണ്, എല്ലാവരുടെയും കയ്യിൽ ഡേറ്റകളുണ്ട്. അപ്പോൾ അത് നമ്മൾ മുന്നിൽ കണ്ടിട്ടാണ് നമുക്ക് സഹായം ലഭിക്കുക എന്നുള്ള പരമപ്രധാനമായിട്ടുള്ള കാര്യമാണ് നമ്മുടെ മുമ്പിലുള്ളൊരു പ്രതിപക്ഷം എന്ന നിലയിൽ ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം കേരളത്തിന് സഹായം ലഭിക്കണം. ആ സ്റ്റാൻഡിൽ ഞങ്ങൾക്ക് ഒരു മാറ്റവുമില്ല. അതുകൊണ്ട് തന്നെ ഞങ്ങളുടെ മുഴുവൻ എം പിമാർ ഇന്ന് പ്രിയങ്ക ഗാന്ധിയുടെ നേതൃത്വത്തിൽ അവിടെ വലിയ സമരത്തുമായി ബന്ധപ്പെട്ട് പോയിട്ട് ഇന്നിപ്പോൾ നമുക്കറിയാവുന്ന സി പി എമ്മിൻ്റെ നേതാക്കന്മാർ, എം പിമാരും അതിനകത്തിൻ്റെ ഭാഗമായിട്ട് ഉണ്ടായിട്ടുണ്ട്. അപ്പോൾ ഇവിടെ കേരളത്തിലെ സർക്കാർ ചെയ്യേണ്ട കാര്യങ്ങൾ കൃത്യമായി കേരളത്തിലെ സർക്കാർ ചെയ്യണം. അതിനകത്തൊരു വിട്ടുവീഴ്ചയ്ക്ക് തയ്യാറല്ല. കേന്ദ്രത്തിലാണെങ്കിലും ശരി തന്നെ പൈസ കിട്ടുന്നു. ഇതേ കാര്യം നേരത്തെ മാധവിടെ സൂചിപ്പിച്ചതുപോലെ 200 കോടി രൂപ ഉത്തരാഖണ്ഡിന് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ സ്വാഭാവികമാണ് ഇത് എല്ലായിടത്തും സംഭവിക്കുന്ന കാര്യമാണ്. പക്ഷേ ഞാൻ നേരത്തെ സൂചിപ്പിച്ചത് എന്താണ്, ഇപ്പോൾ ജയേന്ദ്രൻ മാഷൊക്കെ ചെയ്യേണ്ടത് എന്താണ്, ഇവിടുത്തെ കേരളത്തിലെ ബി ജെ പിയുടെ നേതാക്കന്മാർ ചെയ്യേണ്ടത് എന്താണ്, കേരളത്തിൻ്റെ ആവശ്യങ്ങൾ ഒരു മനുഷ്യത്വ ഒരു ആംഗിൾ ഉണ്ടല്ലോ, നമുക്ക് എല്ലാ കാര്യത്തിലും ഒരു മനുഷ്യത്വ ആംഗിൾ ഉണ്ടല്ലോ, ആ ആംഗിളിൽ അവർക്ക് ലഭിക്കാൻ കഴിയുന്ന, അവർക്ക് സ്വാധീനിക്കാൻ കഴിയുന്ന ആളുകളെ സ്വാധീനിച്ചുകൊണ്ട് ഒരു സഹായം നേടിയെടുക്കാൻ സഹായിക്കുന്നതിന് പകരം ഈ ലീഗൽ ടേംസും അതോടൊപ്പം ഇത്തരത്തിലുള്ള നിയമങ്ങളും ഡിസാസ്റ്റർ മാനേജ്മെൻറ്റ് 2025 കണക്കൊക്കെ എങ്ങനെയാണ്, അല്ലെങ്കിൽ അതിന് നിയമം എങ്ങനെയാണ് എന്നൊക്കെ പറയുന്നില്ലല്ലോ നമുക്ക് വേണ്ടത്. അതുകൊണ്ടാണ് നമ്മൾ അങ്ങനെ ഒരു സമീപനം പ്രതീക്ഷിക്കുന്നതിന്റെ അർത്ഥം എന്താണ്? ഇപ്പോൾ ഇന്ന് LDF-ന്റെ UDF-ന്റെ എംപിമാർ മാത്രമേ ഉള്ളൂ. അല്ല, അതാണ് ഞാൻ പറഞ്ഞത്. ഇവരില്ല. ഇവിടെ നമുക്കറിയാം ബി ജെ പിയുടെ കേരളത്തെ സംബന്ധിച്ചിടത്തോളം ബി ജെ പിക്ക് ഒരു MP ഉണ്ട് തൃശ്ശൂരിൽ നിന്ന്. അവർക്ക് ആദ്യമായി ഒരു MP യെ കിട്ടി. കേരളത്തിൻ്റെ ആവശ്യത്തിന് അദ്ദേഹത്തെ കണ്ടില്ല. അത് തന്നെയാണ് ഞാൻ ആവർത്തിക്കുന്നത് അത് തന്നെയാണ്. അപ്പോൾ കേരളത്തെ കണ്ടുകൊണ്ട് രാഷ്ട്രീയത്തിന് അതീതമായി ഇവർക്ക് സ്പെഷ്യൽ ഫണ്ട് ഈ കാര്യത്തിൽ നമുക്ക് അനുവദിക്കാൻ എന്തുകൊണ്ട് കഴിയുന്നില്ല? സർക്കാരിനത് കഴിയും. അത് ഒരു സംശയം വേണ്ട. കേന്ദ്ര സർക്കാർ തീരുമാനിച്ചാൽ നമുക്ക് എന്തെങ്കിലും പണം തരാൻ എന്തെങ്കിലും ടെക്നിക്കൽ ബുദ്ധിമുട്ടുണ്ടോ? ഒന്നുമില്ല. പക്ഷേ മനസ്സുണ്ടാവണം. അതാണ് വളരെ പ്രധാനപ്പെട്ട കാര്യം. അതിനകത്ത് കേരളത്തിലെ ബി ജെ പിയുടെ നേതാക്കന്മാർ പോലും അതിനനുകൂലമല്ല. അതാണ് ഏറെ സങ്കടകരമായിട്ടുള്ള കാര്യം. അതിനൊരു മാറ്റം ഉണ്ടാവുക എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. അപ്പോൾ നിയമപരമായി നമുക്ക് ലഭിക്കാൻ സാധിക്കുന്ന ഒരു സ്പെഷ്യൽ ഫണ്ട് മാത്രമാണ്. അല്ലാതെ ഇപ്പൊ നേരത്തെ പറഞ്ഞതുപോലെ ഗതികേടെന്ന് വെച്ചാൽ ഒരു സംസ്ഥാനത്ത് ഒരു പ്രശ്നമുണ്ടായിട്ട് അതിന്റെ ഫണ്ട് വിതരണവുമായി ബന്ധപ്പെട്ട പ്രശ്നം കോടതി പോയി നിൽക്കുക. ഇപ്പുറത്ത് മനുഷ്യന്മാർ ദുരിതാശ്വാസ ക്യാമ്പിൽ കിടക്കുന്ന സമയത്ത് കോടതിയിൽ പോയി വാദിച്ച് ജയിച്ചിട്ട് വേണം ഇനി ഫണ്ട് റിലീസ് ആവാൻ. അല്ല, കോടതി പറയുന്നത് എന്താണ്? അപ്പൊ കോടതിയിൽ കൊടുക്കുന്ന കാര്യത്തിനും കോടതിയിൽ പറയുന്നത് ആരെ പറ്റിക്കാനാണെന്ന് കോടതി പോലും ചോദിക്കുമ്പോൾ ഈ പറയുന്നത് നമുക്ക് തന്നെ സംശയം തോന്നുന്ന സാഹചര്യങ്ങൾ പലപ്പോഴും ഉണ്ടാകുന്നുണ്ട്. അതാണ് ഞാൻ നേരത്തെ സൂചിപ്പിച്ചത്. നേരത്തെ ഞാൻ ചില കാര്യങ്ങൾ പറഞ്ഞല്ലോ. കഴിഞ്ഞ കോവിഡിന്റെ കാലത്തും വെള്ളപ്പൊക്കം ഉണ്ടായപ്പോഴൊക്കെ ഞാൻ ചോദിക്കട്ടെ, കേരളത്തെ സർക്കാർ ജീവനക്കാർ സഹായിച്ചു? ഞാൻ ചോദിക്കട്ടെ, ഇത്തവണ ഈ വിഷയം വന്നപ്പോൾ സർക്കാർ ജീവനക്കാരിൽ നിന്ന് ലഭിക്കേണ്ട തുക കിട്ടിട്ടോ? ഞാൻ ചോദിക്കട്ടെ, എത്ര ശതമാനം? 7% അവരുടെ DA മറ്റ് കാര്യങ്ങളും പെൻഡിങ്ങിലാണ്. എന്നിട്ട് പോലും അവർ പലരും സഹായിച്ചിട്ടുണ്ട്. നല്ല ശതമാനം ആളുകൾ സഹായിച്ചിട്ടുണ്ടെന്ന് ഞാൻ പറയുന്നില്ല. പക്ഷേ എന്തുകൊണ്ട് അവരെ ബോധ്യപ്പെടുത്താൻ കഴിയുന്നില്ല കേരള സർക്കാരിന്? ആ കാര്യങ്ങളുമുണ്ട്. അത് നമ്മൾ ഇല്ലാന്ന് വിചാരിച്ചിട്ട് കാര്യമൊന്നുമില്ല. അതുകൊണ്ടാണ് ഞാൻ ആ കാര്യങ്ങൾ തുറന്നു പറയുന്നത്. പക്ഷേ നമുക്ക് തീർച്ചയായിട്ടും മാറ്റങ്ങൾ ഉണ്ടാവണം. ഒരു സ്പെഷ്യൽ ഫണ്ടിനുള്ള സാധ്യത മാത്രമേ മാധു നമ്മുടെ മുമ്പിലുള്ളതാണ്. ശരി, അതാണ് യാഥാർത്ഥ്യം.